വലാ ഹുക്കുമ മൗജൂദുൻ കബല ശറഈ. ഹുക്കുമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. അത് ശറഅ് കൊണ്ടാണ് അനുഗ്രഹദാതാവിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാവുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു ഹുക്കുമാണത്. ഹുക്കുമിനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു വരണം നമ്മൾ, അല്ലേ? ഈ ഹുക്കുമിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വലാ ഹുക്കുമ മൗജൂദുൻ കബല ശറഈ. ഷറൈന് മുമ്പ് ഹുക്കുമില്ല. ഷറൈന് മുമ്പ് ഹുക്കുമില്ല. അപ്പൊ ഷറഅ് വന്നതിന് മുമ്പ് എന്തില്ല? ഹുക്കുമില്ല. തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ എന്താണ്? അനുഗ്രഹദാതാവിന് ശുക്ർ ചെയ്യൽ ഷറഅ് കൊണ്ടാണ് നിർബന്ധമാകുന്നത്. അപ്പൊ അതൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാം ചുവട് എന്താണ്? വലാ ഹുക്കുമ കബല മൗജൂദുൻ കബല ഷറഅ്. അതിനൊക്കെ അടിസ്ഥാനം അതാണ്. എന്താണ്? ഷറൈന് മുമ്പ് എന്തില്ല? ഹുക്കുമുള്ളതായിട്ടില്ല, ഹുക്കുമില്ല. ഷറൈന് മുമ്പ് വെച്ചാൽ അയൽ ബേസത്തി, അതിനു മുമ്പ് പ്രവാചകന്മാരെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്. മനുഷ്യർക്കുള്ള ജീവിത പദ്ധതിയാണ് ഷറഅ്. എങ്ങനെ ജീവിക്കണം, അങ്ങനെ പാടില്ല എന്നുള്ള ഒരു നിയമവ്യവസ്ഥയാണ്. അതുമായി പ്രവാചകന്മാരെ നിയോഗിക്കുന്ന നടപടിക്ക് എന്ന് പറയാ, വേഴ്സത്തെന്ന് പറയാം. അതിന് മുമ്പ് എന്തില്ല? ഹുക്കുമില്ല. ലിഅഹദിൻ മിനർ റുസുലി, മുർസലുകളിൽ നിന്നും ഒരാളെയും അയച്ചിട്ടില്ല. അങ്ങനെ അയക്കപ്പെടുന്നതിന് മുമ്പ് എന്തില്ല? അതാവാ ഷറൈന് മുമ്പ് എന്തില്ല? ഹുക്കുമില്ല. ലിന്തിഫായി ലാസിമിഹി ഹീനയിദിൻ, എന്തുകൊണ്ടാണ് ഷറഇന് മുമ്പ് ഹുക്കുമില്ല എന്നുള്ള ആ ഒരു വിധി കിട്ടിയത്? എവിടുന്ന? ഒരു വിധി പറയുന്നതിനൊരു തെളിവ് വേണമല്ലോ. അവിടെയുള്ള തെളിവ് എന്താ? ലിന്തിഫായി ലാസിമിഹി ഹീനയിദിൻ, ഈ സാഹചര്യത്തിൽ ഇതിന് നിർബന്ധമായി തീരുന്ന, ഷറൈനാൽ നിർബന്ധമായി തീരുന്ന കാര്യം, ലാസിം, മനസ്സിലായില്ലേ? നിർബന്ധമായി തീരുന്ന കാര്യം ഇല്ലാതെ കാരണമായിട്ട് ആ നിർബന്ധമായ ലാസിം എന്താ? മിൻ തറത്തുബി സവാബി വൽ ഇഖാബി, പ്രതിഫലം തുടർന്ന് വരിക അല്ലെങ്കിൽ ശിക്ഷ തുടർന്ന് വരിക. ഷറഅ് ഉണ്ടാകുമ്പോൾ ഷറഇനെ അക്സെപ്റ്റ് ചെയ്ത് എന്തുണ്ടാവും? പ്രതിഫലം ഉണ്ടാവും. ഓക്കെ. ഷറഇനെ ധിക്കരിച്ചെന്നുണ്ടാവും? ശിക്ഷ ഉണ്ടാവും. അതാണ് എൻ്റെ ലാസിം. അതിനെ തുടർന്ന് വരുന്ന കാര്യം അതാണ്. അതില്ലാത്ത കാരണമായിട്ടാണ് ഹുക്കുമില്ല എന്ന് പറഞ്ഞത്. അതെവിടെ? ഈ കൗലി താല, അള്ളാഹു താല കൗലുണ്ട്. അള്ളാഹു താല കൗലെന്ന് പറയുന്നത് ബേസത്തിന് മുമ്പ് എന്തില്ല? ശിക്ഷയോ സവാബോ ഇല്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. ആ പറയുന്ന അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്തില്ലാന്ന്? ഹുക്കുമേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. ഇത് കൗലി താല, അള്ളാഹു താലയുടെ കൗലുകൊണ്ട് വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഖുർആനായത്താണത്. വമാ കുന്ന മുഅദ്ദിബീന, നാം അദാബ് ശിക്ഷ നൽകുന്നവരായിട്ടില്ല. അള്ളാഹു താല നാളെ കുറിച്ച് പറയാണ് ഖുർആനിൽ. നാം ശിക്ഷ നൽകുന്നവരായിട്ടില്ല ഹത്താ നബ്അസ റസൂലൻ, നാം അയക്കുന്നതിന് മുമ്പ് റസൂലൻ, ഒരു ദൂതനെ, ഒരു പ്രവാചകനെ അയക്കുന്നതിന് മുമ്പ് എന്താണ്? നാം ശിക്ഷ നൽകുന്നവർ ആയിട്ടില്ല എന്ന് ജമ്മാക്കി അള്ളാഹു താല പറയാണ്. ജമ്മാക്കി പറയുന്ന അളുമത്തിന് ജമ്മാണത്, മനസ്സിലായോ? അങ്ങനെ പറയുമല്ലോ. അത് ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു താല അള്ളാഹു നഫ്സിനെ എന്നാണ് അളുമത്ത് ചെയ്ത് വണ്ണപ്പെടുത്തി പറയുന്നതാണ്. നബഅസ റസൂലൻ, റസൂലിനെ അയക്കുന്നത് വരെ, അത് ഹുക്കുമുണ്ടാവുന്നവരെ. മനസ്സിലായില്ലേ? അപ്പോൾ ശിക്ഷയില്ല. ശിക്ഷ വരുന്നപ്പോഴാ? ഹുക്കും വരുമ്പോഴാണ്. അപ്പോൾ ഹുക്കുമില്ലാത്തവണെന്തില്ല? ശിക്ഷയില്ല. അപ്പോൾ ഹുക്കുമില്ല എന്ന് കിട്ടി. അതായത് വല മുസീബീന, നാം എന്താണ്? സവാബ് നൽകുന്നവരും അല്ല. അപ്പം നാം ശിക്ഷിക്കുന്നവരല്ല എന്ന് ഖുർആനിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? സവാബിനെ പറ്റി ഇവിടെ പറയുന്നില്ല, ഖുർആനിൽ പറയുന്നില്ല. ശിക്ഷയുടെ നേരെ അപ്പുറത്തുള്ളതാണെന്ന് സവാബ്. ശിക്ഷയാണ് പ്രധാനപ്പെട്ട വിഷയം. സവാബ് കിട്ടിയാൽ നമുക്ക് പ്രശ്നമല്ലോ. ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പം അത് ഈ യവാബിനെ പറഞ്ഞപ്പോൾ സവാബ് അണ്ടർസ്റ്റുഡാണ്. സവാബിനെ മനസ്സിലാക്കാൻ പറ്റും. പല മുസീബീന, നാം സവാബ് നൽകുന്നവരും അല്ല. വസ്തുഗനിയ അൻ ദിക്രി സവാബി, സവാബിനെ പറയുന്നതിനെ തൊട്ട് ഐശ്വര്യമാക്കപ്പെട്ടു. സവാബിനെ പറഞ്ഞില്ല, ഇവിടെ ഖുർആനിൽ പറഞ്ഞില്ല. ദിക്രി മുഖാബിലിഹി, അതിൻ്റെ ഓപ്പോസിറ്റിനെ പറയൽ കൊണ്ട് എന്ത് ചെയ്തു? ഐശ്വര്യമാക്കപ്പെട്ടു. അതിൻ്റെ ഓപ്പോസിറ്റായ അദാബിനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സവാബിന് മാറ്റപ്പെട്ടതാണ്, ഒഴിവാക്കപ്പെട്ടതാണ് കേട്ടോ. കാരണം ഇക്കാബ് പറയുമ്പോൾ അത് സവാബ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മുക്കാബിലെ പറയലുണ്ട്. മുക്കാബിൽ എന്താ? അല്ല അദാബി, എന്തിനല്ലത്? അദാബിനല്ല. അല്ലദീ ഹുവ അൽഹറു, അതാണ് അദാബ് എന്നുള്ളതാണ് കൂടുതൽ സ്പഷ്ടമാവുന്നത്, വ്യക്തത നൽകുന്നത്.
ഫി തഹക്കുക്കി ഫി തഹക്കുക്കി മാന തക്രീഫി, തക്രീഫിൻ്റെ മാന നടപടിയായിരിക്കുന്നു എന്നതിനെ വ്യക്തമാക്കി തരുന്നത് ഏതാണ്? കൂടുതൽ വ്യക്തമാക്കി തരുന്നത് ഏതാണ്? അതാബാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാബ് ഉണ്ടാവും, ഇല്ലാതാവും. അതാബ് ഉണ്ടെന്ന് പറഞ്ഞാൽ തക്രീഫ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ തക്രീഫിൻ്റെ മാനയെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് സവാബിനേക്കാൾ അതാബ് ലഭിക്കുന്ന അവസ്ഥ കേട്ടോ. അപ്പോൾ വന്ദിഫാവുൽ ഹുക്കുമില്ലതി ഹുവൽ ഖിതാബ്. അപ്പോൾ ഹുക്കുമില്ല, അതുകൊണ്ട് അതാബില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഹുക്കുമിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ഹുവൽ ഖിതാബ് എന്നാൽ ഹുക്കുമ അത് ഖിതാബാണ്. അസാബിക്കു മുമ്പ് പറഞ്ഞതായ ഖിതാബാണ്. മുമ്പ് പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മുക്കല്ലഫീങ്ങളുടെ പ്രവൃത്തിയെ ആസ്പദമാക്കി അതിന് ഐശ്വര്യത്തിനാൽ ഉണ്ടാവുന്ന അള്ളാഹുവിൻ്റെ ഖിതാബിനാണ്, അഭിമുഖ സംഭാഷണത്തിനാണ് എന്ത് പറയുക? ഹുക്കും എന്ന് പറയുന്നത്. അങ്ങനെ മുമ്പ് പറയുന്നതായ ഖിതാബാവുന്ന ഹുക്കുമാവുന്നത് അതില്ലാതാവൽ ബിന്ദിഫായി കൈദി മിനുവോ. അതെന്താണ്? അതിൻ്റെ ഒരു കൈദില്ലാതാകലാണ്. അള്ളാഹുവിൻ്റെ ഖിതാബാവുന്ന ഹുക്കുമില്ലാന്ന് പറഞ്ഞല്ലോ. ഈ ഹുക്കുമില്ലാതാവുന്ന എങ്ങനെയാണത്? ബിന്ദിഫായി കൈദി മിനുവോ, അതിൽ നിന്നുള്ളൊരു കൈദില്ലാതാവല്ലാതെ. ശരിക്കും അള്ളാഹിൻ്റെ ഖിതാബ് എന്താ? അള്ളാഹുവിൻ്റെ ഖിതാബാന്ന് പറഞ്ഞല്ലോ ഹുക്കുമ. അപ്പോൾ അള്ളാഹിൻ്റെ ഖിതാബ് എന്ന് പറയുമ്പോൾ എന്നും ഉണ്ടല്ലോ. കലാമുൽ അസ്ലിയല്ലേ, അനാദിയായ കലാമാണ് എന്ത്? അള്ളാഹുവിൻ്റെ കലാം എന്നും ഉണ്ട്. അപ്പോൾ ഈ ഹുക്കുമില്ലാന്ന് അർത്ഥം എന്താ? ആ ഹുക്കുമില്ലാന്ന് അർത്ഥം ആ കൈത് എന്താണത്? താലുക്ക് തഞ്ചീജ്, രൊക്കമായ ബന്ധപ്പെടൽ. അള്ളാഹുവിൻ്റെ അനാദിയായ കലാമാവുന്ന ഖിതാബാവുന്ന ഹുക്കുമിന് ഉണ്ടാവണമെങ്കിൽ ഈ മുക്കല്ലഫിലേക്ക് ആര് വരണം? റസൂല് വരണം. ഓക്കെ, മുക്കല്ലഫായി ജീവിക്കുന്ന ആളിലേക്ക് ആര് വരണം? റസൂല് വരണം. അതായത് പ്രായപൂർത്തിയായ ആളിലേക്ക് നീണം ദൂതൻ വരണം, റസൂല് വരണം. ആ താലുക്ക് തഞ്ചീദ്, രക്ഷമായ ബന്ധപ്പെടൽ, മാനവീയ ബന്ധപ്പെടലുണ്ട്. റസൂല് വന്നാൽ നിനക്ക് ഓർഡർ വരും, എന്നുള്ള ബന്ധമുണ്ട്. റസൂല് വരാത്തോണ്ടെന്നില്ല, താലുക്ക് തഞ്ചീദില്ല. അതാണ് ഹുക്കുമില്ല എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഹുക്കുമില്ല. ഒരു വാഹനമുണ്ട്, ആ വാഹനത്തിന് ടയറുണ്ട്, എഞ്ചിനവിടെ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അതിന് സ്റ്റിയറിംഗ് ബോഡി അപ്പുറമുണ്ട്. പക്ഷെ കാറുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ പീസസ് എല്ലാം അവിടെ ഉണ്ട്. എന്ത് ചെയ്തിട്ടില്ല? അത് മിക്സ് ചെയ്ത് തയ്യാറാക്കി ഓടിക്കാൻ പാകത്തിന് ആകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? പിന്നെ കാറിന് വിളിച്ചു, അല്ലെങ്കിൽ മറ്റു ബസ്സിന് വിളിച്ചു. മനസ്സിലായില്ലേ? എന്ന് പോലെ താലൂക്ക് തഞ്ചീക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ? ഹുക്കുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. തിരിഞ്ഞോ? അല്ലാണ്ട് അള്ളാഹിൻ്റെ ഖിതാബാവുന്ന കലാം എന്താണ്? അത് എന്നും ഉണ്ട്. ഓക്കെ, ആ അർത്ഥം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ബലിൽ അമ്രു, മരിച്ച് കാര്യം ബലിൽ അമ്രു, മറിച്ച് കാര്യമാവുന്നത്, അതായത് ഈ ഹുക്കുമ് സംബന്ധമായ അതിൻ്റെ നിർവഹണ കാര്യമാവുന്നത്. അയ്യഷനു ഫി വുജൂദുൽ ഹുക്മി, കാര്യം നിരീക്ഷിക്കുന്ന എന്താ? അയ്യഷനു കാര്യമാവുന്ന ഫി വുജൂദുൽ ഹുക്മി, ഹുക്കുമുണ്ടാവുന്നുള്ള കാര്യമാവുന്ന മൗഖൂഫുൻ ഇലാ ഉറൂദിഹി. ഈ ബേസത്ത് കേട്ടോ, ഈ പ്രവാചകന്മാരെ നിയോഗിച്ചതിനാൽ ഉണ്ടാകുന്ന ഷറ ഉണ്ടല്ലോ, ആ ഉറൂദിഹിയുടെ അമീർ ഷറയിലേക്ക് വേണം. അതായത് പ്രവാചക നിയോഗത്താൽ ഉണ്ടാകുന്ന ഷറ, ആ ഷറഇൻ്റെ അവതരണം കൊണ്ട് ഉറൂദ് ഷറ അവതരിക്കുക. അതുകൊണ്ടാ പ്രവാചകന്മാരെ നിയോഗിക്കുക വഴി ആ ഷറഇൻ്റെ അവതരണത്തിലേക്ക് എന്നാണ് നിലകൊള്ളുന്നതാണ്. ഷറ അവതരിക്കുക വഴിയാണ് എന്ത് ചെയ്യുക? ഈ ഹുക്കുമ ഉണ്ടാവുക. അത് അമർ കാര്യമാവുന്നത്, ഈ ഹുക്കുമ ഉണ്ടാവുന്നുള്ള കാര്യമാവുന്ന മൗഖൂഫുൻ, അത് നിലകൊള്ളുന്നതാണ്, അത് കുടികൊള്ളുന്നതാണ്. ഇലാ ഉറൂദി, ഷറ വാരിദാവുന്നതിലേക്ക് കുടികൊള്ളുന്നതാണ്. ഷറ വാരിദാവുന്നതിലേക്ക് കുടികൊള്ളുന്നതാണ്. അഷാറാ ബിഹാദ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി ബലിൽ അംറു മൗഖൂഫുൻ എന്ന് പറഞ്ഞ ഈ പ്രയോഗമാണ് മുസ്ലിം വിശാറത്താക്കി. കമാകാല മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇലാ അന്നഹു, നിശ്ചയമായും ഈ പറഞ്ഞത് അത് ബലിൽ അംറു മൗഖൂഫുൻ ഇലാ ഉറൂദിഹി എന്ന് പറഞ്ഞ ഈ മാനയാണ് ഇപ്പോൾ നമ്മളിവിടെ ഹുക്കുമിനെ കുറിച്ച് പരാമർശിച്ച മാനയാണ് മുറാദ് മൻ. ചിലരുടെ ഉദ്ദേശം ഈ മാനയാണ്. ഏത് ചിലര്? അബ്ബറ, അവർ ഇബാറത്തിട്ടു മിന്ന, ആരിൽ നിന്നും? നമ്മിൽ നിന്ന് ഇബാറത്തിട്ടു. നമ്മിൽ നിന്ന് വെച്ചാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് ഇബാറത്തിട്ട ചില ഉലമാക്കളുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഹുക്കുമില്ല, ഹുക്കുമിൻ്റെ കാര്യം എന്താണ്? അത് ഷറ വാരിദാവുന്നതിലേക്ക് കുടികൊള്ളുന്നതാണ്.
തൻജീസിയായ താലുക്ക ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്ത് പറയുന്നത്, ഹുക്കുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ ഈ മാനയാണ് മുറാദുമൻ ചിലരുടെ ഉദ്ദേശം. അബ്ബറ അവർ ഇബാറത്തിട്ടു, മിന്നാൻ നമ്മളിൽ നിന്ന് ചിലർ ഇബാറത്തിട്ടു, അഹ്ലുസുന്നത്ത് ജമാഅത്തെപ്പെടുത്തൽ ഉലമാക്കൾ ഇബാറത്തിട്ടു. എന്ത് ഇബാറത്തിട്ട്? അവർ ഫിൽ അഫ്ആലി ഖബലൽ ബഅസത്തി, പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യരുടെ പ്രവർത്തികൾ, പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യരുടെ പ്രവർത്തികൾ ബിൽ വഖഫി, എന്താ അവർ ഓർത്തിട്ട്? ബിൽ വഖഫി, അത് വഖഫ് എന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് എന്താണ് വഖഫാണെന്ന് വെച്ചാൽ അത് ശർഅ് വാരിദാവുന്നതിലേക്ക് കുടികൊള്ളുന്നതാണെന്ന്. അപ്പോൾ പറഞ്ഞില്ലേ മൗഖൂഫുനിലാ ഉറൂദിഹി എന്ന് പറഞ്ഞില്ലേ, ഈ മാനാണ് ആ പറഞ്ഞ അർത്ഥം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ബേസത്തിന് മുമ്പും ഹുക്കുമുണ്ട് എന്ന അർത്ഥം എന്തില്ല, അതിനില്ല. അതാര് പറഞ്ഞതാ? നോറ്റിത്തിരത്ത് പറഞ്ഞ അക്കിരിനെ ബുദ്ധികർത്താവാക്കിയിട്ടെന്ന് പറഞ്ഞവര് ബേസത്തിന് മുമ്പെന്നുണ്ട് ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതല്ല ഈ പറഞ്ഞവരുടെ ഉദ്ദേശം. മറിച്ച് താലൂക്ക് തൻജീദിയായ കാര്യം ഉണ്ടാകാത്തതുകൊണ്ട് ഹുക്കുമ തന്നെ ഇല്ല, ആ ശർഅ് വാരിദാവുന്നതിലേക്ക് കുടികൊള്ളുന്നതാണ് എന്ന മാനയാണ് അതുള്ളത്. കബലൽ ബേസത്തി, ബേസത്തിന് മുമ്പുള്ള പേരുകളെ പ്രവർത്തിച്ച് പേരുകളെ സംബന്ധിച്ച് നമ്മിൽപ്പെട്ടതിൽ ഇബാറത്തിട്ടു ബിൽ വഖഫി, വഖഫ് കൊണ്ട് ഇബാറത്തിട്ടു, അത് നിലകൊള്ളുന്നതാണ്, കുടികൊള്ളുന്നതാണ്, ശർഅ് വാരിദാവുന്നതിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലൈസ ആ പറഞ്ഞ അവരുടെ ഇബാറത്തല്ല മുഖാലിഫൻ, അത് എതിരല്ല, ലിമൻ ചിലരോട് എതിരല്ല, അവരെന്ത് ചെയ്തു? നഫ, അവർ നഫി ചെയ്തു പറഞ്ഞു. നഫിയാന്നും വയ്ക്കാം. മിന്ന നമ്മളിൽ നഫി ചെയ്തു പറഞ്ഞു. ഹുക്കുമ എങ്ങനെ? ഹുക്കുമിനെ നഫി ചെയ്തു പറഞ്ഞു. ഫിഹ അവിടെ ബേസത്തിന് മുമ്പുള്ള പ്രവർത്തികൾ. ഇപ്പം നമ്മളും പറഞ്ഞല്ലേ, മത്തൽ മുസ്ലിം പറഞ്ഞു എന്താ? വലാ ഹുക്കുമ കബല ശറഅ് എന്നല്ല പറഞ്ഞേ, ശറഅുൻ എന്തില്ല, ഹുക്കുമില്ല. ആ അർത്ഥം തന്നെ ഇതിനുള്ളൂ. അല്ലാണ്ട് അവരുടെ എതിരായ വാക്കല്ല ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈസ അതല്ല, മുഖാലിഫൻ അത് എതിരായ വാക്കല്ല, ലിമൻ ചില ഉലമാക്കളോട്, നഫാമിന്ന അവർ നഫി ചെയ്തു പറഞ്ഞു, ഹുക്കുമ ഹുക്കുമിനെ നഫി ചെയ്തു പറഞ്ഞു. ഫിഹ എവിടെയാ? ബിസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളിൽ. ഫിഹ എന്ന് വെച്ചാൽ ബിസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളിൽ, പ്രവർത്തികളിൽ. ബൽ, അപ്പോൾ ബലിൽ അമ്രു എന്ന് പറഞ്ഞ ബല്ലാവുന്നത് പുനഃ ഇവിടത്തുള്ള ബല്ലെന്നുള്ള ആ ലഫ്ദാവുന്നത് ഇന്തിക്കാലി, അത് തർക്കീബ് എന്താ? ഇന്തിക്കാലിയായ ബൽ പഠിച്ചിട്ടില്ലേ? ഇന്തിക്കാലിൻ്റെ ബല്ലാണ്. മിൻ ഖർദിൻ ഒരാവശ്യത്തിൽ നിന്നും ഇലാ ആഖറ മറ്റൊരാവശ്യത്തിലേക്ക് മടങ്ങുന്നതിനുള്ള, മറ്റൊരാവശ്യത്തിലേക്ക് ചാടുന്നതിനുള്ള ബല്ലാണത്. ബൽ രണ്ടുണ്ട്, ഇബ്താലി ഉണ്ട്, ഇന്തിക്കാലി ഉണ്ട്. ഇബ്താലി എന്ന് പറഞ്ഞാൽ മുമ്പുള്ളതിനെ ബാത്തിലാക്കുക, രണ്ടും ചെയ്യുക. പിന്നെ പറഞ്ഞതിൽ പുറകെ പറഞ്ഞതിലേക്ക് ഹുക്കുമിനെ ചാർജ് ചെയ്യുക ആണ് ഇബ്താല്, ഇബ്താലിയായ ബൽ. ഇത് ഇബ്താലിയല്ല, മറിച്ചെന്താണ്? ഇത് ഇന്തിക്കാലി എന്ന് വെച്ചാൽ മുമ്പൊരു വിഷയം പറഞ്ഞു, മറിച്ചെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ കാര്യം കൂടി ഉണ്ട് എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഇതുമുണ്ട് ആണ് ഇന്ത്യക്കാലിയുടെ അർത്ഥം കേട്ടോ. അപ്പോൾ ഈ ബല്ലാവുന്നത് ഇവിടത്തിൽ ഇന്ത്യക്കാലിന് വേണ്ടിയുള്ളതാണ്. മിൻ ഖർദിൻ ഒരാവശ്യത്തിന് ആഹറ മറ്റൊരാവശ്യത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിഷ്ഠമല അലല്ലവലി, ഈ മറ്റേ അല ആഹറ എന്ന് പറഞ്ഞില്ലേ, മറ്റൊരാവശ്യം, ആ മറ്റേ ആവശ്യം അത് ഉൾപ്പെട്ടതാണെങ്കിലും അലല്ലവലി, എന്താ ബല്ലിന് മുമ്പ് പറഞ്ഞ കാര്യം ആണ് അവല് കേട്ടോ. ബല്ലിന് മുമ്പ് പറഞ്ഞ അർള്, ആ അർളിൻ്റെ മേൽ ഉൾപ്പെട്ടതാണെങ്കിലും ശരി, എന്താണ് അതിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ബല്ല് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തവഖുഫുൽ ഹുക്കുമി, കാരണം ആദ്യത്തേതിൻ്റെ മേൽ ഇസ്തിമാലാണെന്ന് പറയാൻ കാരണം എന്താ? തവഖുഫുൽ ഹുക്കുമി, ഹുക്കുമ തവഖുഫാവുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞത്? ബലിൽ അമ്രു മൗഖൂഫ് എന്നല്ല പറഞ്ഞ, ബല്ലിന് ശേഷം പറഞ്ഞ ആ ഹുക്കുമ തവഖുഫാവുക എന്നുള്ളത് അല ശറഈ, ഷറൈൻ്റെ മേൽ കുടികൊള്ളുന്നതാണ് എന്ന് പറഞ്ഞ ബല്ലിന് ശേഷം പറഞ്ഞ കാര്യമാവുന്നത് മുസ്തമിലുൻ, അത് ബന്ധപ്പെട്ടതാണ്, അലന്തിഫാഇഹി ആ ഹുക്കുമില്ല എന്ന വിഷയത്തിൻ്റെ മേൽ ബന്ധപ്പെട്ടതാണ്. കബലഹു ഇതിനു മുമ്പ് ഈ ഷറഈന് മുമ്പ് എന്തില്ല, ഹുക്കുമില്ല എന്ന വിഷയത്തിൻ്റെ മേൽ ബന്ധപ്പെട്ടതാണ്, അതിനോട് എതിരല്ല കേട്ടോ. ആ വുജൂദിഹി ആ ഷറഅ് ആ ഹുക്കുമ ഉണ്ടാകുന്നതിനും, ഹുക്കുമ ഉണ്ടാകുന്നതിൻ്റെ മേലും ബന്ധപ്പെട്ടതാണ്. ബഅദഹു ശേഷം, ഷറഈന് ശേഷം. അപ്പോൾ ഷറഈന് മുമ്പ് എന്താണ്? ഹുക്കുമില്ല. ഷറഈന് ശേഷം എന്തുണ്ട്? ഹുക്കുമുണ്ട് എന്ന മുമ്പ് പറഞ്ഞതായ വിഷയത്തോട് ബന്ധപ്പെട്ടതാണ് ബലിന് ശേഷം പറഞ്ഞ എന്താണ് ഈ ഹുക്കുമിൻ്റെ കാര്യമാവുന്നത്, അതിൻ്റെ ഉജൂദാവുന്നത് എന്താണ്? ഷറഅ് വാരിദാവുന്നതിലേക്ക് മൗഖൂഫാണ് എന്ന് പറഞ്ഞതും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ബല്ലെന്താണത്? ഇന്ത്യക്കാലാണ്. മുമ്പ് പറഞ്ഞ വിഷയമുണ്ട്, അതുൾപ്പെടെ ഈ വിഷയം കൂടി മനസ്സിലാക്കുകയാണ് കേട്ടോ.